ക്യാബിനറ്റ് വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആഗ്രഹം സത്യമെങ്കിൽ സഫലമാക്കാൻ ആറ്റിയാലിൽ സ്ലിറ്റ്സ് പൊൻകുന്നം. നമസ്കാരം, ഞാൻ അനു പ്രശാന്ത്. പ്രധാന വാർത്തകൾ. കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ ബിൽ കേരളത്തിന് തിരിച്ചടിയാകുന്നു. ബില്ല് നിലവിൽ വന്നാൽ കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായത്തെ തകർക്കും. പൊതുവിപണിയിൽ സാധനങ്ങൾക്ക് വില ഇനിയും വർദ്ധിക്കുമെന്നും വിലയിരുത്തൽ. പള്ളിക്കത്തോട് കയ്യൂരിയിലെ പനി ക്ലിനിക് ആരോഗ്യവകുപ്പ് നിർത്തലാക്കി. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. വടവാതൂർ വിഷയത്തിൽ നഗരസഭ അലംഭാവം കാട്ടുന്നുവെന്ന് വിജയപുരം പഞ്ചായത്ത്. നടപടികൾ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് കളക്ടർക്ക് കത്ത് നൽകി. ഡിസംബർ 31 തന്നെ ഡംപിംഗ് യാർഡ് അടച്ചുപൂട്ടും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ 61.5% ജനങ്ങളെ ഭക്ഷ്യധാന്യ അവകാശത്തിൽ നിന്നും പുറത്താക്കുന്ന ഭക്ഷ്യസുരക്ഷാ ബിൽ കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായം തകർക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു. വലിയ ഒരു വിഭാഗം ജനങ്ങൾ റേഷനിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നതോടെ പകുതിയിലധികം റേഷൻ കടകൾ അടച്ചുപൂട്ടേണ്ടതായി വരും. ഈ ബിൽ കേരളത്തിലെ നടപ്പായാൽ പൊതുവിപണിയിൽ പ്രവചനാതീതമായ വിലവർദ്ധനവിന് കാരണമാകും. കേരളത്തിൽ റേഷൻ ഭക്ഷ്യധാന്യത്തിന് അവകാശമുള്ള ജനസംഖ്യ 3,65,21,000 ഭക്ഷ്യസുരക്ഷാ ബിൽ നടപ്പാവുന്നതോടെ 1,47,07,000 ആളുകൾക്ക് മാത്രമാണ് റേഷൻ ഭക്ഷ്യധാന്യം ലഭിക്കുന്നത്. ജനസംഖ്യയുടെ 38.5% മാത്രമായി റേഷൻ ചുരുങ്ങുന്നത് ഗുരുതരമായ പ്രതിസന്ധികൾക്കും വിലക്കയറ്റത്തിനും കാരണമാകുമെന്ന് ഉറപ്പാണ്. കേരളത്തിൽ നിലവിൽ റേഷൻ കടകളിൽ നിന്നും AIY വിഭാഗത്തിന് പ്രതിമാസം 35 കിലോ അരി 1 രൂപയ്ക്കും, BPL വിഭാഗത്തിന് 25 കിലോഗ്രാം അരി 1 രൂപയ്ക്കും, 10 കിലോഗ്രാം ഗോതമ്പ് 2 രൂപ നിരക്കിലും ലഭിക്കുന്നുണ്ട്. APL വിഭാഗത്തിലെ പാവപ്പെട്ടവർക്ക് 17 കിലോഗ്രാം അരിയും 8 കിലോഗ്രാം ഗോതമ്പും കിലോയ്ക്ക് 2 രൂപ നിരക്കിലും, APL വിഭാഗത്തിന് 17 കിലോഗ്രാം അരി 8 രൂപ 90 പൈസ നിരക്കിലും, 8 കിലോഗ്രാം ഗോതമ്പ് 6 രൂപ 70 പൈസ നിരക്കിലുമാണ് നൽകി വരുന്നത്. ഇതോടൊപ്പം റേഷൻ സബ്സിഡി തുക ബാങ്ക് വഴി നടപ്പാക്കുന്ന ബയോമെട്രിക് പൊതുവിതരണ സമ്പ്രദായം കൂടി നടപ്പാക്കുന്നതോടെ കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായം താറുമാറാവും. 24 രൂപ സംഭരണ വിലയുള്ള അരിക്ക് കേന്ദ്ര സർക്കാർ 15 രൂപ 98 പൈസയും സംസ്ഥാനം 6 രൂപ 90 പൈസയും സബ്സിഡി നൽകിയാണ് 2 രൂപയ്ക്ക് വിതരണം ചെയ്യുന്നത്. BPL അരിക്ക് കേന്ദ്രം 18 രൂപ 53 പൈസയും സംസ്ഥാനം 5 രൂപ 20 പൈസയും സബ്സിഡി നൽകിയാണ് 1 രൂപയ്ക്ക് നൽകുന്നത്. പുതിയ പദ്ധതി നടപ്പാവുന്നതോടെ റേഷൻ അരിക്ക് കിലോഗ്രാമിന് 24 രൂപയും ഗോതമ്പിന് 19 രൂപയും മണ്ണെണ്ണ ലിറ്ററിന് 57 രൂപയും നൽകി റേഷൻ കടകളിൽ നിന്നും വാങ്ങേണ്ടി വരും. സബ്സിഡി തുക പിന്നീട് ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുമെന്നാണ് സർക്കാർ പറയുന്നത്. പൊതുവിതരണ സമ്പ്രദായത്തിന്റെ തകർച്ച വിപണിയിൽ വിലക്കയറ്റത്തിന് കാരണമാകും. അരിവില വർദ്ധിപ്പിച്ച് സ്വകാര്യ മിൽ ഉടമകളെയും കുത്തക വ്യാപാരികളെയും സഹായിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും ആക്ഷേപമുണ്ട്. 2 രൂപയ്ക്ക് അരി വാങ്ങേണ്ട ആൾ 24 രൂപ മുടക്കി വാങ്ങി റേഷൻ കടയിൽ അരി വാങ്ങി കഴിയുമ്പോൾ അതിന്റെ സബ്സിഡി നിരക്ക് ഏതെങ്കിലും കാലത്ത് ബാങ്കിൽ വരുന്നത് നോക്കി നിൽക്കുവാനായിട്ട് ഈ നാട്ടിലെ പാവപ്പെട്ട ഗതികെട്ടവന് വിധിക്കപ്പെട്ടിരിക്കുന്ന ഒരു തെറ്റായ നയ സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഭക്ഷണാവകാശം നിശ്ചിത ജനസംഖ്യയ്ക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്നതിനെതിരെ ശക്തമായ സമരപരിപാടികൾക്ക് വിവിധ സംഘടനകൾ ഒരുങ്ങുകയാണ്. ക്യാമറാമാൻ രഞ്ജിത്തിനൊപ്പം സുരേഷ് മൈലാട്ടുപാറ, ന്യൂസ് ബ്യൂറോ, മണർകാട്. കയ്യൂരിയിലെ കുടുംബക്ഷേമ കേന്ദ്രത്തിൽ താൽക്കാലികമായി പ്രവർത്തിച്ചിരുന്ന പനി ക്ലിനിക് മുന്നറിയിപ്പില്ലാതെ നിർത്തലാക്കി. ആരോഗ്യവകുപ്പിന്റെ നടപടിക്കെതിരെ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് BJP കോട്ടയം ജില്ലാ ജനറൽ സെക്രട്ടറി N. ഹരി അറിയിച്ചു. പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിൽ ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ച സാഹചര്യത്തിലാണ് കയ്യൂരിയിലെ കുടുംബക്ഷേമ കേന്ദ്രത്തിൽ താൽക്കാലിക പനി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചത്. 100 മുതൽ 150 വരെ ആളുകളാണ് ചികിത്സയ്ക്കായി ദിവസവും ഇവിടെ എത്തിയിരുന്നത്. തിങ്കൾ, ബുധൻ, ശനി ദിവസങ്ങളിൽ ലഭ്യമാക്കിയിരുന്ന ഡോക്ടറുടെ സേവനമാണ് ആരോഗ്യവകുപ്പ് അപ്രതീക്ഷിതമായി നിർത്തലാക്കിയത്. ക്ലിനിക്കിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചതറിയാതെ നിരവധി ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. നല്ല നിലയിൽ നടന്നിരുന്ന ക്ലിനിക്കിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചതിൽ പ്രതിഷേധമുണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് ഇത് ഇപ്പം അടച്ചുപൂട്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന് മരുന്നിന് മേടിച്ചു. അത് കാരണം ഇപ്പം ഈ വേളയും ആശുപത്രി ഉണ്ടെന്നോർത്താണ് ഇന്ന് ഞാൻ പനിക്കായിട്ട് മരുന്ന് മേടിക്കാനായിട്ട് വന്നത്. അപ്പോൾ ഇവിടെ ഒരു നോട്ടീസ് ബോർഡ് പോലും ഇവിടെ വെച്ചിട്ടുമില്ല.
മുന്നറിയിപ്പില്ലാതെ പനി ക്ലിനിക്കിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ച ആരോഗ്യവകുപ്പിന്റെ നടപടിക്കെതിരെ പ്രത്യക്ഷ സമര പരിപാടികൾ ആരംഭിക്കുമെന്ന് BJP ജില്ലാ ജനറൽ സെക്രട്ടറി N. ഹരി പറഞ്ഞു. അവർ പറയുന്നത് ഡോക്ടർമാരുടെ ഷോർട്ടേജ് ഉണ്ട്, അതുകൊണ്ട് വിടാനുള്ള ഒരു അസൗകര്യം അവർ പറയുന്നത്. പക്ഷേ ഇവിടെ വന്നുകൊണ്ടിരുന്ന ഡോക്ടർ പാലിയേറ്റീവിൽ ആഴ്ചയിൽ 2 ദിവസം മാത്രം പോകുന്ന ഡോക്ടറെയാണ് ഇവിടെ വെച്ചിരുന്നത്. അടിയന്തിരമായിട്ട് ഈ കാര്യത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി വളരെയധികം ഉത്സാഹം എടുക്കുന്നുണ്ടോ എന്നുള്ളൊരു വസ്തുതയാണ്. എങ്കിലും ശരി, MLAയും MPയും എല്ലാം തന്നെ ഇടപെട്ടുകൊണ്ട് ആ 3 ദിവസമെങ്കിലും അവിടെ ഡോക്ടർ എത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ജനകീയമായി നാട്ടുകാരെ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ, അതിനകത്ത് രാഷ്ട്രീയ വ്യത്യാസം കൂടാതെ തന്നെ വളരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, പള്ളിക്കത്തോട്. വടവാതൂരിലെ മാലിന്യ പ്രശ്നത്തിൽ നഗരസഭ സഹകരിക്കുന്നില്ലെന്ന് വിജയപുരം ഗ്രാമപഞ്ചായത്ത്. ഡിസംബർ 31 മുമ്പ് വടവാതൂരിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പഞ്ചായത്ത് കത്ത് നൽകി. വടവാതൂരിലെ മാലിന്യ പ്രശ്നം സംബന്ധിച്ച് വിജയപുരം പഞ്ചായത്തും കോട്ടയം നഗരസഭയും ശീതസമരത്തിലേക്ക് നീങ്ങുന്നു. മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വടവാതൂരിലെ സമരം അവസാനിപ്പിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും നഗരസഭ ഈ വിഷയത്തിന് വേണ്ടത്ര ഗൌരവം കാട്ടുന്നില്ലെന്ന് പഞ്ചായത്ത് ജില്ലാ കളക്ടർക്ക് നൽകിയ കത്തിൽ പറയുന്നു. ഇനി 4 മാസം മാത്രമാണ് പ്രശ്നപരിഹാരത്തിനുള്ളത്. ഈ വിഷയത്തിൽ കളക്ടർ ഇടപെട്ട നടപടികൾ വേഗത്തിലാക്കണമെന്നും പഞ്ചായത്ത് കത്തിലൂടെ അഭ്യർത്ഥിച്ചു. കൊടുങ്ങല്ലൂരിലെ മാലിന്യ പ്ലാന്റിൽ സന്ദർശനം നടത്തി 3 ആഴ്ചകൾ പിന്നിടുമ്പോഴും ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല. ഡിസംബർ 31 ഡംപിംഗ് യാർഡ് അടച്ചുപൂട്ടുമെന്നുള്ള മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിജയപുരം പഞ്ചായത്ത്. 2 മാസമായിട്ട് ഡംപിംഗ് സ്റ്റേഷൻ സംബന്ധിച്ച് മുഖ്യ ആഭ്യന്തര വകുപ്പിന്റെ മധ്യസ്ഥയിൽ കൂടി യോഗത്തിന്റെ തീരുമാനങ്ങൾ ഉണ്ടായെങ്കിൽ ആ തീരുമാനങ്ങൾ 2 മാസമായിട്ട് നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഗുരുതരമായിരിക്കുന്ന വീഴ്ചയാണ് കോട്ടയം നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഡിസംബർ 31 മുമ്പായിട്ട് കോട്ടയം മുനിസിപ്പാലിറ്റി അവരുടേതായിരിക്കുന്ന നേതൃത്വത്തിൽ കോട്ടയത്ത് തന്നെ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. ഡിസംബർ 31 വടവാതൂർ ഡംപിംഗ് സ്റ്റേഷൻ പൂർണ്ണമായിട്ട് അടച്ചുപൂട്ടാൻ കഴിയും. മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിന് നഗരസഭ അനാസ്ഥ കാട്ടുകയാണെന്ന് ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർക്ക് കത്ത് നൽകാൻ കഴിഞ്ഞ ദിവസം ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റെടുക്കാവുന്ന പ്രവൃത്തിയെ സംബന്ധിച്ച് പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി ഉത്തരവ് പുറപ്പെടുവിച്ചു. അനുവദനീയമല്ലാത്ത പ്രവൃത്തിയെ സംബന്ധിച്ച് വിശദീകരണവും ഉത്തരവിലുണ്ട്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മിഷൻ ഡയറക്ടർ 2013 മെയ് 10 പുറപ്പെടുവിച്ച ഉത്തരവിൽ ഏറ്റെടുക്കാവുന്ന പ്രവർത്തികൾ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. നീർത്തടം മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ഭൂവികസനത്തിന് വേണ്ടി കുറ്റിക്കാടുകൾ നീക്കം ചെയ്യൽ ഏറ്റെടുക്കാവുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി. പൊതുസ്ഥലങ്ങളിലും ചെറുകിട നാമമാത്ര കർഷകരുടെ നിലങ്ങളിലും പറമ്പുകളിലും ഭൂമിയുടെ മൊത്തത്തിലുള്ള വികസനത്തിന് ആവശ്യമായി വരുന്ന പ്രവർത്തനങ്ങൾ അനുവദനീയമാണ്. ചെറുകിട നാമമാത്ര കർഷകരുടെ ഭൂമിയിൽ ഇടപെടലുകൾ നടത്തുന്നത് നീർത്തട വികസന മാസ്റ്റർ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. എന്നാൽ സാധാരണ കാർഷിക പ്രവർത്തനങ്ങളായ നിലമൊരുക്കൽ, നിലമുഴുകൽ, വിതയ്ക്കൽ, കളയെടുപ്പ്, മണ്ണിളക്കൽ, കൊയ്ത്ത് തുടങ്ങിയ സമാന സ്വഭാവമുള്ള പ്രവർത്തികൾ പദ്ധതിയിൽ അനുവദനീയമല്ല. ഭക്ഷ്യധാന്യവിളകൾ, പച്ചക്കറി കൃഷി, പുഷ്പകൃഷി തുടങ്ങിയ കാർഷിക പ്രവർത്തികൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റെടുക്കാൻ പാടുള്ളതല്ല. ഈ ആവശ്യങ്ങൾക്കായി വിത്ത്, വളം, കീടനാശിനി എന്നിവ പദ്ധതി വിഹിതം ഉപയോഗിച്ച് വാങ്ങുന്നതും അനുവദനീയമല്ല. അനുവദനീയമല്ലാത്ത ലിസ്റ്റിലെ പ്രവർത്തികൾക്ക് വേണ്ടിവരുന്ന ചെലവ് അംഗീകരിക്കാൻ പാടില്ലാത്തതും വിപരീതമായുണ്ടാകുന്ന ചെലവുകൾക്ക് ഉത്തരവാദികളായവരുടെ പേരിൽ നടപടി സ്വീകരിക്കുന്നതുമാണ്. പദ്ധതി ഫണ്ട് ഉപയോഗിച്ച് പരീക്ഷണാടിസ്ഥാനത്തിൽ ഏതെങ്കിലും പ്രവർത്തികൾ ഏറ്റെടുക്കുന്നതിന് മുൻപായി കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ സമ്മതം വാങ്ങേണ്ടതാണെന്നും ഉത്തരവിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പള്ളിക്കത്തോട്. SNDP കോട്ടയം ടൗൺ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷിക്കുന്നു. ഈ മാസം 22 നടക്കുന്ന ജയന്തി സമ്മേളനം കേന്ദ്രമന്ത്രി വയലാർ രവി ഉദ്ഘാടനം ചെയ്യും. ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, വെള്ളാപ്പള്ളി നടേശൻ, ഗുരുപ്രസാദ് സ്വാമി തുടങ്ങിയവരും ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. R. രാജീവ്, P. അനിൽകുമാർ, അഡ്വക്കേറ്റ് ശിവജി ബാബു, S. ദേവരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേന്ദ്ര പ്രവാസികാര്യ വകുപ്പ് മന്ത്രി ശ്രീ വയലാർ രവി അവറുകളാണ്. കോട്ടയം SNDPയുടെ ബഹുമാനായ പ്രസിഡന്റ് ശ്രീ മധുർ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. വാർത്തകൾ തുടരുന്നു. വിദുര പെൺവാണിഭ കേസിൽ പീഡനത്തിനിരയായ പെൺകുട്ടി കോടതിയിൽ ഹാജരാകാഞ്ഞതിനാൽ കേസ് അടുത്ത മാസം 2 മാറ്റി. കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിട്ടും ഹാജരാകാതിരുന്ന പെൺകുട്ടിയുടെ നടപടിയെ കോട്ടയം സ്പെഷ്യൽ കോടതി ജഡ്ജി രൂക്ഷമായി വിമർശിച്ചു. വിദുര പെൺവാണിഭ കേസിന്റെ ട്രയൽ ആരംഭിച്ച വേളയിലാണ് പീഡനത്തിനിരയായ പെൺകുട്ടിയോട് കോട്ടയം പ്രത്യേക കോടതിയിൽ തിങ്കളാഴ്ച ഹാജരായി മൊഴി നൽകാൻ നേരത്തെ നിർദ്ദേശം നൽകിയത്.
കോടതിയിൽ പെൺകുട്ടി എത്താഞ്ഞതിനെ തുടർന്ന് കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. എന്തു ബുദ്ധിമുട്ടാണ് പെൺകുട്ടിയെ കോടതിയിൽ ഹാജരാക്കുന്നതിൽ നിന്നും അകറ്റിയതെന്ന് ജഡ്ജി ചോദിച്ചു. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. തിരുവനന്തപുരത്തു നിന്നും കോട്ടയത്തെത്താൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് പെൺകുട്ടിക്കുണ്ടെങ്കിൽ അത് അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. അതേസമയം പെൺകുട്ടിക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടെന്നും കേസിന്റെ ട്രയൽ നടക്കുന്ന എല്ലാ ദിവസവും ഹാജരാകാൻ കഴിയില്ലെന്നും അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചു. കേസുകളെല്ലാം ഒരു ദിവസം പരിഗണിക്കണമെന്ന് പെൺകുട്ടി ആവശ്യപ്പെട്ടതായും അഭിഭാഷകൻ അറിയിച്ചു. പെൺകുട്ടിക്ക് വേണ്ടി കേസുകൾ പരിഗണിക്കുന്നതിന്റെ ദിവസങ്ങൾ കുറയ്ക്കാമെങ്കിലും ഒറ്റ ദിവസമാക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് കോടതി. സുപ്രീം കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് പീഡനത്തിനിരയായ ആൾ കോടതിയിൽ മൊഴി നൽകണമെന്നാണ്. അതിൽ നിന്നും ഒഴിവാകാൻ പെൺകുട്ടിക്ക് കഴിയില്ല. സെപ്റ്റംബർ 2 പെൺകുട്ടി കൃത്യമായും കോടതിയിൽ ഹാജരാകണമെന്ന് ജഡ്ജി നിർദ്ദേശിച്ചിട്ടുണ്ട്. 6 കേസുകൾ ആ ദിവസം പരിഗണിക്കും. പെൺകുട്ടിക്ക് സുരക്ഷ വേണമെങ്കിൽ അതിനുവേണ്ട നിർദ്ദേശം SP-ക്ക് നൽകാമെന്നും കോടതി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സ്ത്രീ ശാക്തീകരണത്തിൽ കേരളം മുൻപന്തിയിലാണെന്ന് ഡോക്ടർ ബി ഇക്ബാൽ. കേരളത്തിലെ മാധ്യമ മേഖലയിലേക്ക് പെൺകുട്ടികൾ കടന്നുവരുന്നത് പ്രശംസനീയമാണ്. സമസ്ത മേഖലകളിലും സ്ത്രീകൾക്ക് ആധിപത്യമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോട്ടയത്ത് പ്രസ് ക്ലബിന്റെ പുതിയ ജേർണലിസം കോഴ്സിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു ഡോക്ടർ ബി ഇക്ബാൽ. രാജ്യത്ത് സ്ത്രീ ശാക്തീകരണം ഏറ്റവും കൂടുതൽ പ്രകടമായ സംസ്ഥാനം കേരളമാണെന്ന് ഡോക്ടർ ബി ഇക്ബാൽ പറഞ്ഞു. കേരളത്തിലെ മാധ്യമ മേഖലയിലേക്ക് അടുത്തിടെ പെൺകുട്ടികൾ കൂടുതൽ കടന്നുവരുന്നതായി കണ്ടുവരുന്നു. ഇത് പ്രശംസനീയമാണ്. സ്ത്രീകളെക്കുറിച്ച് മോശമായ വാർത്തകൾ വരുന്നതിനോടാണ് സമൂഹത്തിന് താൽപര്യം. സമസ്ത മേഖലകളിലും സ്ത്രീകൾ ആധിപത്യം പുലർത്തുന്നു. സ്ത്രീകളുടെ വളർച്ചയെ ഗൗനിക്കാൻ സമൂഹം തയ്യാറാകുന്നില്ലെന്നതാണ് വാസ്തവം. സാഹിത്യ മേഖലയിൽ ഇവർക്ക് പ്രകടമായ മേധാവിത്വമുണ്ട്. സാങ്കേതിക രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാനും പെൺകുട്ടികൾ ശ്രദ്ധിക്കണമെന്നും ഡോക്ടർ ബി ഇക്ബാൽ അഭിപ്രായപ്പെട്ടു. പരമ്പരാഗതമായിട്ട് പെൺകുട്ടികൾ വരാതിരുന്ന മെക്കാനിക്കൽ, സിവിൽ എഞ്ചിനീയറിംഗിൽ നിന്ന് പെൺകുട്ടികളുടെ ഒരു സ്ത്രീകളുടെ ഒരു ശാക്തീകരണം കേരളത്തിൽ യഥാർത്ഥം നടക്കുന്നുണ്ട്. വെളിയിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഇരിക്കട്ടെ, സ്ത്രീകൾ എല്ലാ മേഖലകളിലും മുന്നോട്ട് വരുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറുന്നു എന്നുള്ള അഭിപ്രായക്കാരാണ്. പ്രസ് ക്ലബ് പ്രസിഡന്റ് ജോസഫ് സെബാസ്റ്റ്യൻ, സെക്രട്ടറി ഷാലു മാത്യു, തേക്കിൻകാട് ജോസഫ്, എസ് അനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ശ്രീ വിദ്യാധിരാജ പരമ ഭട്ടാരാശ്രമ ശതാബ്ദി ആഘോഷങ്ങൾ ഈ മാസം 23 മല്ലപ്പള്ളി എഴുമറ്റൂരിൽ നടക്കും. ശതാബ്ദി സ്മൃതി മണ്ഡപത്തിന്റെ 1ാം ഘട്ട നിർമ്മാണ ഉദ്ഘാടനം ഓഗസ്റ്റ് 27 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശതാബ്ദി ആഘോഷം വിപുലമായി എഴുമറ്റൂർ ആശ്രമത്തിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ പരിപാടികൾ ഓഗസ്റ്റ് 23 തൊട്ട് 27 വരെ എഴുമറ്റൂർ ആശ്രമ സങ്കേതത്തിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രജ്ഞാനന്ദ തീർത്ഥപാദ സ്വാമികൾ, ഗരുഡധ്വജാനന്ദ തീർത്ഥപാദ സ്വാമികൾ, GK നായർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പൊന്നിൻ ചിങ്ങ മാസത്തിലെ പൊന്നോണത്തെ വരവേൽക്കാൻ ക്യാബിനറ്റ് ചാനൽ ഒരുങ്ങി. ഓണനാളുകളിൽ സംപ്രേഷണം ചെയ്യുന്ന പൂക്കളം പരിപാടിയിൽ നാടൻ കലാരൂപങ്ങൾ ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന പരിപാടികളുടെ ചിത്രീകരണം പൂർത്തിയായി. പൊന്നിൻ ചിങ്ങമാസത്തിലെ ഓണനാളുകളിൽ പ്രേക്ഷകർക്കായി വൈവിധ്യമാർന്ന പരിപാടികളാണ് ക്യാബിനറ്റ് ചാനൽ ഇത്തവണയും ഒരുക്കിയിരിക്കുന്നത്. 3 ദിവസങ്ങളിലായി പൊൻകുന്നത്ത് നടന്ന പൂക്കളം പരിപാടിയുടെ ചിത്രീകരണം പൂർത്തിയായി. ഞായറാഴ്ച വ്യത്യസ്തതയാർന്ന പരിപാടികളുടെ ചിത്രീകരണമാണ് നടന്നത്. പാമ്പാടിയിൽ നിന്നെത്തിയ 6ാം ക്ലാസ് വിദ്യാർത്ഥി ബാലശങ്കറിന്റെ പുല്ലാങ്കുഴൽ കച്ചേരി കാതിന് ഇമ്പമായി. വിദ്യാർത്ഥികളുടെ ക്ലാസിക്കൽ നൃത്തങ്ങളും സിനിമാറ്റിക് ഡാൻസുകളും വേദിയിൽ നിറഞ്ഞാടി. ഉച്ചയ്ക്ക് ശേഷം ചിറക്കടവ് അനിൽകുമാറും സംഘവും അവതരിപ്പിച്ച നാദസ്വര കച്ചേരി പൂക്കളത്തെ സജീവമാക്കി. തുടർന്ന് പൊൻകുന്നം എക്സൈസ് സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന വയലിൻ കച്ചേരി വേദിയിൽ രാഗമഴ ചൊരിഞ്ഞു. ചിത്രീകരണത്തിന് സമാപനം കുറിച്ച് പിന്നണി ഗായിക പ്രീത കണ്ണൻ നയിച്ച ഗാനമേള ഏറെ ഹൃദ്യമായി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പൊൻകുന്നം കോ ഓപ്പറേറ്റീവ് ബാങ്കിന് സമീപം ഓടിക്കൊണ്ടിരുന്ന വാനിന് തീപിടിച്ചു. തൊടുപുഴ മുട്ടത്തു നിന്നും മുണ്ടക്കയത്തിന് പോവുകയായിരുന്ന വിവാഹ സംഘം സഞ്ചരിച്ച വാനിനാണ് തീപിടിച്ചത്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. ആർക്കും പരിക്കില്ല.
വാഴൂർ തീർത്ഥവാദാശ്രമ മഠാധിപതി തീർത്ഥവാദ പരമഹംസ സ്വാമികളുടെ 75ാമത് മഹാസമാധി ദിനാചരണം ഈ മാസം 17-ന് ആരംഭിക്കും. ഇതോടനുബന്ധിച്ച് വെള്ളിയാഴ്ച ആരംഭിച്ച ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം 3ാം ദിവസത്തിലെത്തി. തിങ്കളാഴ്ച രാവിലെ യജ്ഞവേദിയിൽ ഹരിനാമ കീർത്തനം, ഗണപതി ഹവനം, ഗ്രന്ഥ നമസ്കാരം എന്നിവ നടന്നു. തുടർന്ന് ഭാഗവത പാരായണം ആരംഭിച്ചു. പ്രജ്ഞാനാനന്ദ തീർത്ഥപാദ സ്വാമിയാണ് യജ്ഞാചാര്യൻ. വാർത്തകൾ തുടരുന്നു. കണ്ണുകളും കാതുകളും മനസ്സും പ്രകൃതിയിലേക്ക് തുറന്നിട്ടിരിക്കാൻ വിദ്യാർത്ഥികൾ തയ്യാറാവണമെന്ന് സിനിമാ സംവിധായകൻ ജോഷി മാത്യു. കലയും സാഹിത്യവും പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വരദാനമാണെന്നും ജോഷി മാത്യു അഭിപ്രായപ്പെട്ടു. കോട്ടയം ഈസ്റ്റ് ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പുതുപ്പള്ളി എറികാട് ഗവൺമെന്റ് UP സ്കൂളിലാണ് വിദ്യാരംഗം കലാസാഹിത്യവേദി കോട്ടയം ഈസ്റ്റ് ഉപജില്ല ഉദ്ഘാടന സമ്മേളനം നടന്നത്. കുട്ടികളിൽ കലാ സാഹിത്യ അഭിരുചികൾ വളർത്തുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ചിട്ടുള്ള സർഗവേദിയാണ് വിദ്യാരംഗം കലാസാഹിത്യവേദി. കുട്ടികൾക്കായി ദൃശ്യമാധ്യമ ശില്പശാല, ചിത്രരചന പരിശീലന ക്യാമ്പ്, സാഹിത്യ ശില്പശാല, എഴുത്തുകാരന്റെ നാട്ടിൽ ചലച്ചിത്രോത്സവം, കുട്ടനാട്ടിൽ 2 നാൾ സഹവാസ ക്യാമ്പ്, യൂണിവേഴ്സിറ്റിയിലേക്ക് പഠനയാത്ര തുടങ്ങിയ പരിപാടികളാണ് കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ ഈ വർഷം സംഘടിപ്പിക്കുന്നത്. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസിമോൾ മനോജിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന കലാസാഹിത്യ പ്രവർത്തനങ്ങൾ സിനിമാ സംവിധായകൻ ജോഷി മാത്യു ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ കലാസാഹിത്യ രംഗങ്ങളിലൂടെയാണ് കലാകാരന്മാരും സാഹിത്യകാരന്മാരും വളർന്നു വന്നിട്ടുള്ളതെന്ന് ജോഷി മാത്യു അഭിപ്രായപ്പെട്ടു. കലയും സാഹിത്യവും പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വരദാനങ്ങളാണെന്നും വിദ്യാർത്ഥികൾ കണ്ണും കാതും മനസ്സും പ്രകൃതിയിലേക്ക് തുറന്നു പിടിക്കുവാൻ തയ്യാറാകണമെന്നും ജോഷി മാത്യു അഭിപ്രായപ്പെട്ടു. ഒരുപക്ഷെ കുട്ടികളായ നിങ്ങൾ നാളെ ആരായിത്തീരുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല. നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന വിദ്യാർത്ഥി നാളെ എന്താകുമെന്ന് ഒരിക്കലും നിങ്ങൾക്ക് ഇന്ന് അറിയാൻ കഴിയില്ല. ഒരുപക്ഷെ ഒരു A.R. റഹ്മാനോ ഒരു സച്ചിൻ തെണ്ടുൽക്കറോ അല്ലെങ്കിൽ ഒരു റസൂൽ പൂക്കുട്ടിയോ മമ്മൂട്ടിയോ മോഹൻലാലോ അതല്ലെങ്കിൽ പത്മാ സുബ്രഹ്മണ്യത്തെയോ ശോഭനയെ പോലെ നല്ലൊരു നർത്തകിയൊക്കെ ആയി മാറാൻ കഴിയും. അത് മാറണമെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ആരംഭിക്കുന്ന ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ഭാഗഭാക്കാകുകയാണ് വേണ്ടത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യൂസ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ VA മോഹൻദാസ്, സിനി മാത്യു, വത്സമ്മ മാണി, AK ദാമോദരൻ, KV ലീലാമണി, സാം കെ വർക്കി, PB സുധാകുമാരി, ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ഉദ്ഘാടനത്തിന് ശേഷം നാടൻപാട്ട് മത്സരവും നടന്നു. ന്യൂസ് ബ്യൂറോ, മണർകാട്. രാഷ്ട്രീയ സ്വയം സേവക സംഘം ചെറുവള്ളി ശാഖയുടെ രക്ഷാബന്ധന മഹോത്സവം ഞായറാഴ്ച ചെറുവള്ളി അംബികാവിലാസം NSS ഹാളിൽ നടന്നു. പുന്നാമ്പറമ്പിൽ P. രവീന്ദ്രൻ അധ്യക്ഷനായ ചടങ്ങിൽ നരനാരായണാനന്ദ തീർത്ഥപാദ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. P. ഉണ്ണികൃഷ്ണൻ, KS രഘു തുടങ്ങിയവർ പങ്കെടുത്തു. കടയിനിക്കാട് 8ാം മൈലിൽ പടിഞ്ഞാറ്റിയിൽ സൂപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു. വെള്ളാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിമോൻ ജോസഫ് സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം മോഹനൻ നായർ ആദ്യ വിൽപ്പന നടത്തി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് VN വേണുഗോപാൽ, വിനോദ് ശങ്കർ, അംബുജം തുടങ്ങിയവർ പങ്കെടുത്തു. കാഞ്ഞിരപ്പള്ളി പേട്ടക്കവലയ്ക്ക് സമീപം ഫാൻസി ലൈറ്റ് എന്ന പുതിയ സ്ഥാപനം പ്രവർത്തനം തുടങ്ങി. ഡോക്ടർ N. ജയരാജ് MLA ഭദ്രദീപം കൊളുത്തി. ഇടുക്കി MLA ES ബിജിമോൾ നാടമുറിച്ചു. ചലച്ചിത്രതാരം ബോബൻ ആലുമൂടൻ ചടങ്ങിൽ പങ്കെടുത്തു. സ്ഥാപന ഉടമ വിപിൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. വ്യാപാരി വ്യവസായി കാഞ്ഞിരപ്പള്ളി യൂണിറ്റ് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. പേട്ടക്കവലയ്ക്ക് സമീപം PMN ടവറിലാണ് സ്ഥാപനം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ ബിൽ കേരളത്തിന് തിരിച്ചടിയാകുന്നു. ബില്ല് നിലവിൽ വന്നാൽ കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായത്തെ തകർക്കും. പൊതുവിപണിയിൽ സാധനങ്ങൾക്ക് വില ഇനിയും വർദ്ധിക്കുമെന്നും വിലയിരുത്തൽ. പള്ളിക്കത്തോട് കയ്യൂരിയിലെ പനി ക്ലിനിക് ആരോഗ്യവകുപ്പ് നിർത്തലാക്കി. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. വടവാതൂർ വിഷയത്തിൽ നഗരസഭ അലംഭാവം കാട്ടുന്നുവെന്ന് വിജയപുരം പഞ്ചായത്ത്. നടപടികൾ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് കളക്ടർക്ക് കത്ത് നൽകി. ഡിസംബർ 31 തന്നെ ഡംപിംഗ് യാർഡ് അടച്ചുപൂട്ടും. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം. ക്യാബിനറ്റ് വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത്